അങ്ങനെ വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പഴയ മിനി വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പെരുന്നാളിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണേ. നമ്മൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞാലും ആദ്യം ഇതേ കുട്ടീനെ തന്നെ റെഡിയാക്കി നിർത്തണം കേട്ടോ. അവനായിരിക്കും ഫസ്റ്റ് റെഡി ആവേണ്ട ആൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്നിട്ടുണ്ട്. ഷോപ്പിങ്ങിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങിന് നമ്മൾ ഉച്ചയ്ക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോയി വന്നതിന് ശേഷം നമുക്ക് ഈവനിങ് നോമ്പ് തുറക്കാനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണമെന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ബിരിയാണി അങ്ങോട്ട് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് ബിരിയാണി എന്ന് പറയുമ്പം ചിക്കൻ ബീഫൊന്നുമല്ല, ഫിഷാണ്. നല്ല കേരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് അരി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു, മീൻ ഫ്രൈ ചെയ്യാനും വെച്ച്. എന്നിട്ടാണ് ഞാൻ നമുക്ക് സവോളയൊക്കെ ആവശ്യമുണ്ടല്ലോ മസാല കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സവോള ഇവാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്തടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് പണികൾ തീരൂലേ അല്ലേ? അല്ലാണ്ട് ഒരെണ്ണം തീരുന്ന വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ, അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കൂലല്ലോ അല്ലേ? അപ്പോഴത്തേക്ക് നമ്മളുടെ മസാലയൊക്കെ ഞാൻ റെഡി ആക്കി എടുത്ത് നല്ല അടിപൊളി മസാലയാണ്. ആ മസാലയിൽ തന്നെ ഞാൻ നമ്മളുടെ മീൻ കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മീൻ എടുത്തിട്ട് വെറുതെ കൈവച്ചിട്ട് ഇങ്ങനെ കീറിയിട്ട് അപ്പോൾ മസാലയ്ക്ക് കുറച്ചൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ മീനും ഇട്ടിട്ട് മസാലേൻ്റെ മുകളിൽ ചോറിട്ടിട്ട് ദം ചെയ്തു. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പ് ബിരിയാണി. പിന്നെ എനിക്ക് ഈ സവോള മൊരിപ്പിച്ചിരുന്ന കടിക്കണമെന്ന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ഇട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് ദം ഇടാൻ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഞാൻ പുറത്ത് വന്നിരുന്നപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോമ്പ് തുറക്കുന്ന ടൈമായപ്പോൾ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ബിരിയാണിയും പപ്പടവും സാലഡൊക്കെ ഉണ്ടാക്കി നമ്മൾ നോമ്പെടുക്കാൻ കാത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ.